ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കുറേ നാൾക്ക് ശേഷമാണ് കേട്ടോ. ഇപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കണം. ഇപ്പോൾ കുറച്ച് റിലാക്സ് ആയ ഒരു ടൈമാണ്. അധികം എന്താ പറയുക, അധികം തിരക്കൊന്നും ഇല്ല. അപ്പോൾ ഒന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കഴിഞ്ഞ ആഴ്ച എടുത്ത വീഡിയോ ആണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വീഡിയോസ് സെറ്റ് ചെയ്ത് വെച്ച് ഇന്നാണ് എഡിറ്റ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഇന്ന് നമ്മൾ വെള്ളിയാഴ്ച വേഗം രാവിലെ എണീറ്റു. ഇന്ന് നമുക്ക് മാർക്കറ്റിൽ പോകണം കേട്ടോ. കുറേ നാളായി മാർക്കറ്റിൽ പോയിട്ട്. ഇപ്പോൾ ചൂടായതുകൊണ്ട് ഫ്രൂട്ട്സ് കുറച്ച് കൂടുതലും വാങ്ങി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് മെയിനായിട്ട് പോയത്. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ പോയത് ഫ്രൂട്ട് മാർക്കറ്റായിരുന്നു. ഇവിടെ ഫ്രൂട്ട് മാർക്കറ്റ് എന്ന് പറയുന്നത് കുറേ ഏരിയയിൽ ഇങ്ങനെ ഉണ്ട്, കുറേ സ്റ്റോൾസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടതും നമുക്ക് പറ്റിയ വിലയ്ക്ക് ബാർഗെയിൻ ചെയ്ത് ചോദിച്ചിട്ടൊക്കെ ഇങ്ങനെ മാറി മാറി ഓരോ ഷോപ്പിൽ പോയി വാങ്ങുമ്പോൾ കുറേ സമയം എടുക്കും. അപ്പോൾ അതുകൊണ്ട് ഫ്രൂട്ട്സൊക്കെ വാങ്ങിയതിന് ശേഷം ഞങ്ങളത് കൊണ്ടുപോയി കാറിൽ വെച്ചിട്ട് പിന്നെയാണ് വെജിറ്റബിൾ സ്റ്റേഷനിലേക്ക് പോയത്. അപ്പോൾ ബൾക്കായിട്ട് വാങ്ങുമ്പോൾ നല്ല വെയിറ്റ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം തൂക്കി പിടിച്ച് നമുക്ക് നടക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് കുറേ സ്ഥലം ഉണ്ടല്ലോ, കുറേ ഏരിയയിൽ ഇങ്ങനെ കിടക്കുക. അപ്പോൾ നമ്മൾ വെജിറ്റബിൾസ് കഴിഞ്ഞ് ലാസ്റ്റാണ് ഫിഷ് മാർക്കറ്റിൽ പോയത്. ഫിഷ് മാർക്കറ്റിൽ പോയത് ലാസ്റ്റ് എന്ന് വെച്ചാൽ അവിടെ താഴെ വെള്ളമൊക്കെ ഇങ്ങനെ പോയിട്ടേ നമ്മുടെ കാലും ഷൂസൊക്കെ നനയും. അപ്പോൾ അതുകൊണ്ട് സാൻഡൽസ് ടൈപ്പ് വാഷ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഇട്ട് ഷൂസ് ഇട്ടിട്ട് പോവായിരിക്കും ഫിഷ് മാർക്കറ്റ് നല്ലത്. എന്ന് വെച്ചാൽ കാല് മുഴുവൻ നനഞ്ഞ് പിന്നെ നമ്മുടെ ഷൂസൊക്കെ നനഞ്ഞ് പോവും ഷൂ ടൈപ്പൊക്കെ ഇട്ടാണെങ്കിൽ. അപ്പോൾ ഞങ്ങൾ അങ്ങനത്തെ വാഷബിൾ സ്ലിപ്പേഴ്സ് പോലത്തെ ഇട്ടിട്ടാണ് കേട്ടോ പോയത്. അങ്ങനെ ഫിഷസൊക്കെ കണ്ടു. നമുക്ക് ആവശ്യമുള്ള ഫിഷ് ക്ലീൻ ചെയ്തിട്ടും കട്ട് ചെയ്തിട്ടും കുറച്ച് വാങ്ങി. പിന്നെ കുഞ്ഞു മീനുകളായിട്ടുള്ള ഇത് അയില, മത്തി അങ്ങനത്തെ ഒക്കെ വാങ്ങിയിട്ടാ. അങ്ങനെ വേഗം വാങ്ങി ഏകദേശം ഒരു 10-11 മണിയായി. അപ്പോൾ ഞങ്ങൾ വരുമ്പോൾ ഐസ്ക്രീം വാങ്ങി. ഐസ്ക്രീം വാങ്ങുന്ന സമയത്ത് മാവ പറഞ്ഞ് സ്ട്രോബെറി ജ്യൂസ് വേണമെന്ന് പറഞ്ഞ് ആ കുഞ്ഞ് പാക്കറ്റിൽ വരുന്നില്ലേ അത് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ കുറേ സ്ട്രോബെറീസ് വാങ്ങിയിട്ടുണ്ട്, നമുക്ക് വീട്ടിൽ പോയിട്ട് ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ഒരു കണക്കിന് അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് വന്ന പാടെ അവൾ പറഞ്ഞു എനിക്ക് ജ്യൂസ് വേണം. അങ്ങനെ വേഗം കുറച്ച് സ്ട്രോബെറീസൊക്കെ എടുത്ത് സ്ട്രോബെറീസ് നമ്മൾ ജ്യൂസ് ഉണ്ടാക്കുമ്പോഴേ ആദ്യം തന്നെ കുറച്ച് ചൂടുവെള്ളം മഞ്ഞളും കൂടി ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് ഇട്ട് വയ്ക്കാം കേട്ടോ, ഒരു 5 മിനിറ്റ്. അപ്പോഴേക്കും നമ്മുടെ മിക്സിയുടെ ജാറൊക്കെ കഴുകി പാലൊക്കെ എടുത്ത് വയ്ക്കാം. അങ്ങനെ ജ്യൂസൊക്കെ ഉണ്ടാക്കി ആദ്യം തന്നെ അത് കുടിച്ചു. അത് കുടിച്ചതിന് ശേഷം കുറച്ച് മീനൊക്കെ കഴുകി ഞങ്ങൾ വറുത്തു കേട്ടോ. പിന്നെ വാവയ്ക്ക് മുട്ടയും കൂടി വറുത്തായിരുന്നു. അവൾ ചിലപ്പോൾ മീൻ കൊടുക്കുമ്പോൾ മുട്ട വേണം, മുട്ട കൊടുക്കുമ്പോൾ മീൻ വേണം, അങ്ങനെയും പറയും. അപ്പോൾ രാവിലെ ഞങ്ങൾ അവൾക്ക് കൊടുക്കാൻ വേണ്ടി വെച്ച മുട്ടയായിരുന്നു. അപ്പോൾ അവൾ രാവിലെ വേണ്ട, ബ്രേക്ക്ഫാസ്റ്റ് മതി എന്ന് പറഞ്ഞാൽ അത് കഴിച്ചു. അപ്പോൾ അതുകൊണ്ട് ആ മുട്ട ഒന്നുകൂടി ഒന്ന് ചൂടാക്കി എടുത്തു. പിന്നെ ചോറൊക്കെ നമ്മൾ വെച്ചിട്ടാണ് പോയത്, അത് ഊറ്റിയെടുത്തു കേട്ടോ. അങ്ങനെ ചോറ് കഴിച്ചു. മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയിട്ടുണ്ടായി. പിന്നെ നമ്മൾ കൊടുന്ന മാങ്ങ എടുത്തിട്ട് നമ്മൾ നെക്സ്റ്റ് ഒന്ന് വാങ്ങിയ മാങ്ങയുണ്ടാണ് കേട്ടോ നമ്മൾ മാമ്പഴ പുളിശ്ശേരി തലേദിവസം ഉണ്ടാക്കി വെച്ച് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും തലേദിവസം ഉണ്ടാക്കിയിട്ട് മൺചട്ടിയൊക്കെ വേണം, എന്നാലും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും നെക്സ്റ്റ് ഡേക്ക്. പക്ഷെ നമ്മൾ ഇവിടെ ഇല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ നമ്മുടെ സാധാ പോട്ടിൽ തന്നെ ഉണ്ടാക്കി വെച്ചു. പിന്നെ ഇന്ന് കൊടുന്ന മാങ്ങ എടുത്തിട്ട് ചോറും എല്ലാ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം നാളെ സാറ്റർഡേ ആണല്ലോ, അപ്പോൾ നാളെ മക്കൾ വീട്ടിലുണ്ടാവും. അപ്പോൾ അവർക്ക് കഴിക്കാനായിട്ട് മാംഗോ ബാർ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കുറച്ച് മാംഗോ പൾപ്പും അതുപോലെ തന്നെ കുറച്ച് ഐസ്ക്രീമും കൂടി മിക്സ് ചെയ്തിട്ട് മാംഗോ ബാർ ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നാളെ അവർക്ക് വീട്ടിലിരിക്കുമ്പോൾ കഴിക്കാമല്ലോ. അപ്പോൾ അതുണ്ടാക്കി. പിന്നെ സ്റ്റിക്കൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു, ഇതിൻ്റെ സ്റ്റിക്കൊക്കെ കാണാണ്ടായി. ഈ നമ്മുടെ ബാറിൻ്റെ ഇങ്ങനത്തെ ഒഴിച്ച് വയ്ക്കുന്ന ട്രേഡ് സ്റ്റിക്ക് ഉണ്ടല്ലോ അതൊക്കെ പോയി. അപ്പോൾ ഞാനെന്ന് വെച്ചാൽ വാങ്ങുന്ന സ്റ്റിക്ക് ഉണ്ടല്ലോ അതെടുത്ത് വെച്ചിട്ട് റെഡിയാക്കി വെച്ചു. പിന്നെന്താ, നമുക്ക് ഇന്ന് ഉച്ചയ്ക്ക് നമുക്ക് ഇന്നലത്തെ കുറച്ച് മീൻ കറി പുളിശ്ശേരി ഉണ്ടായിരുന്നു. പിന്നെ മുട്ട പൊരിച്ചതും മീൻ വറുത്തൊക്കെ കൂടി കഴിച്ചു. അപ്പോൾ കുറച്ച് മീനേ വറുത്തുള്ളൂ, അതുകൊണ്ട് വൈകുന്നേരത്തിന് ഇല്ല. അപ്പോൾ ഞാൻ കുറച്ച് ചീര തോരനും കൂടി വെച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് ചോറും വെച്ചു വൈകുന്നേരത്തിന്. 2 നേരം വയ്ക്കും, ഇപ്പോൾ ചൂടായതുകൊണ്ട് 2 നേരം വയ്ക്കും. അങ്ങനെ നമ്മൾ രാത്രിത്തെ വൈകുന്നേരത്തെ പണികളൊക്കെ ചെയ്ത് വെച്ചിട്ട് വേഗം വൈകിട്ട് പള്ളിയിൽ പോകണ്ടായിരുന്നേ. അപ്പോൾ പള്ളിയിൽ പോയി. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.